കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള അമ്മ സാധനം ഞാൻ കാണിച്ചു തരാം. ചേട്ടൊന്നും തോന്നുന്നില്ല, എനിക്ക് അതിൽ നിന്ന് 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഓർമ്മ പോകുന്നുണ്ട് എനിക്ക്, അതെന്നാന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു സൈഡ് മരച്ചിരിക്കുവാണ്. രേണുവിന്റെ ഇപ്പോഴത്തെ മെഡിക്കൽ കണ്ടീഷൻ എന്താണെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും വ്യക്തമായിട്ട് തന്നെ കാണാം. സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുന്നുണ്ട്, വിഷമമുണ്ട്. കാരണം രേണുവിന് ഈ ഒരു അവസ്ഥയിൽ കാണുമ്പോഴത്തേക്കിന് ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് രേണു എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, ഈവൻ സോഷ്യൽ മീഡിയയിൽ കോണ്ടന്റ് കൊടുക്കുന്നതിനാണെങ്കിലും ശരി, സ്വന്തം ജീവിതം ഏത് രീതിയിൽ കൊണ്ടുപോകണമെന്ന് കാണിക്കുന്നതാണെങ്കിലും ശരി, പല ആൾക്കാരെയും കമന്റ് ചെയ്യുന്ന ആൾക്കാരെയും ഓടി നടന്ന് ചീത്ത വിളിക്കുന്നതും ലൈവിൽ വരുന്ന ആൾക്കാരെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചുകൊണ്ട് പോയി സ്വന്തം ഇമേജും കൂടെയുള്ള കൂട്ടുകാരുടെ കൂടെ നിന്ന് കാണിക്കുന്ന ഒരു രേണുവിനെ തന്നെയാണ് നിങ്ങളും ഞാനും കണ്ടിട്ടുള്ളത്. ഇങ്ങനൊരു മെഡിക്കൽ കണ്ടീഷൻ വന്നതിന് ശേഷം മുതൽ ഒരുപാട് വ്ളോഗേഴ്സ്, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ രേണു എന്ന് പറഞ്ഞൊരു കോണ്ടന്റ് ഒരു സൈഡിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് നിർത്തി. അപ്പോഴെല്ലാം നിർത്തിയതിന് ശേഷം കൂടുതൽ വരുന്ന കമന്റ്സ് എന്താണ്, കിച്ചു എന്തുകൊണ്ട് കാണാൻ വന്നില്ല, കിച്ചു എന്തുകൊണ്ട് കാണാൻ വന്നില്ല എന്ന്. ഇപ്പം അവനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയ്ക്കകത്ത് അവന് പറയാനുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട്. അവൻ അതിനകത്ത് എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് അവൻ കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അത് ഒരിക്കലും നമുക്കില്ല, നീ അത് മറക്കണം എന്ന് ഒരിക്കലും ഒരു മകനോട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പോരാത്തതിന് അവരുമായിട്ടുള്ള കോൺവെർസേഷൻ്റെ ആ വാട്സപ്പ് ചാറ്റ് വരെ എടുത്തവൻ പുറത്തു വിട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അവൻ അങ്ങനെ ഒരു ചാറ്റ് പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മാത്രമാണ്. ഞാൻ ആ പെൺകുട്ടിയുടെ മെഡിക്കൽ കണ്ടീഷനോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് ചർച്ച ചെയ്യുന്നില്ല, അതുമായിട്ട് നമുക്ക് പോണ്ട. ഇപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുന്ന ഒരു പെണ്ണ് കൃത്യമായിട്ട് കിച്ചു കാണാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ, അതായത് ഒട്ടനവധി കമന്റുകൾ. ഈ കമന്റുകൾ എങ്ങനെയാണ് ഈ കിച്ചുവിൻ്റെ കമന്റ് ബോക്സിൽ വരാനുള്ള കാരണം, രേണു ഒരു വ്ളോഗിനകത്ത് പറയുന്നുണ്ട്, ഞാനൊരു 18 വയസ്സ് വരെ നോക്കി വളർത്തിയ എൻ്റെ ഒരു മകനുണ്ടായിരുന്നു, ആ മകൻ എന്നെ ഇതുവരെ കാണാനായിട്ട് വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വ്യക്തമായിട്ടൊരു വ്ളോഗിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇങ്ങനൊരു സാധനം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ എന്തോ ചെയ്യും, നേരെ ഈ കമന്റോളികൾ അല്ലെങ്കിൽ കമന്റ് ചെയ്യാനിരിക്കുന്ന ആൾക്കാർ നേരെ അവൻ്റെ കമന്റ് ബോക്സിലേക്ക് ചെല്ലും, നീ എന്തുകൊണ്ട് പോകുന്നില്ല, ഇങ്ങനെയാണോ വേണ്ടത്, നിന്നെ നോക്കി വളർത്തിയതല്ലേ. ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് നോക്കിയെന്ന് അറിയത്തില്ലായിരിക്കും, വളർത്തിയത് എങ്ങനെയാണെന്ന് അറിയില്ലായിരിക്കും, അവർക്ക് എന്തോ കഴിച്ചെന്ന് അറിയത്തില്ലായിരിക്കും, ഇനിയോട്ട് കഴിക്കാൻ കൊടുത്തോന്ന് പോലും അറിയത്തില്ലായിരിക്കും. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോഴത്തേന് എന്തുകൊണ്ട് ചെന്നില്ല എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ട് അതിനകത്ത് വരുമല്ലോ. അങ്ങനെ ഒരു കമന്റ് കൂടി വന്നപ്പോഴത്തേക്കും ഇവനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അപ്പൊ എന്തായാലും പോവാൻ തീരുമാനിച്ചു, വിഷമമുള്ളവരുടെ വിഷമമൊക്കെ അങ്ങ് തീരട്ടെ, പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അങ്ങനെ എല്ലാവരുടെയും വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് അവൻ പോവുകയാണെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടു. ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം അവൻ്റെ പ്രൊഫൈലിൽ തന്നെ അവനവിടെ പോകുന്നതായിട്ടും, അതായത് ഫോട്ടോസ് അവിടുത്തെ അവൻ്റെ അനിയൻ ചെറുക്കനുമായിട്ടുള്ള ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വ്യക്തമായിട്ട് തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ പ്രശ്നം അവിടെ വെച്ച് എല്ലാവർക്കും അവസാനിപ്പിക്കാം. ഞാൻ ഇതിനകത്ത് പറഞ്ഞ രേണുവിന് ഈ സാധനം അവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്നൊരു കാര്യമായിരുന്നു. എന്നാൽ രേണു വീണ്ടും ആ അവസ്ഥയിൽ അടുത്ത കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. രേണുവിന് വ്യക്തമായിട്ട് അറിയാമല്ലോ, ഈ ഓരോ കാര്യങ്ങൾ കാണിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയായിട്ട് വരും. അത് വീണ്ടും ജനങ്ങൾക്കിടയിലേക്ക് ഹേറ്റ് സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള കാരണങ്ങൾ വളരെ കൂടുതലാണെന്നുള്ളത്. അവർ വന്നു, അവർ പോയി. ഇതിനകത്തിപ്പം മക്കൾക്ക് ഇഷ്ടമല്ലാത്ത അമ്മമാർ എത്രയോ ആൾക്കാരുണ്ട്. അവരൊരിക്കലും ആ ഒരു സാധനം എടുത്ത് വെച്ച് 4 പേരുടെ മുന്നിലേക്ക് എടുത്ത് കാണിക്കുന്ന ഒരു അവസ്ഥയായിരിക്കത്തില്ല വരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല നടന്നത്. ആ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുള്ള ഒരാളുടെ വീഡിയോ അവൻ്റെ പ്രൊഫൈലിൽ ഇട്ടോട്ടെ. ചിലപ്പോൾ അവൻ്റെ മാനസിക വികാരമായിരിക്കും, അവന് തോന്നിയൊരു കാര്യമായിരിക്കും അവൻ ഒരു വീഡിയോ ആയിട്ട് ഇട്ടത്. എന്നാൽ ആ വീഡിയോ രേണു സുധി കൊളാബ് ചെയ്യുന്നു. നമ്മുടെ സ്വന്തം പ്രൊഫൈലിനകത്ത് ഏതെങ്കിലും ഒരു വീഡിയോ കൊളാബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തുവാ, അത് നമുക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടും നമ്മളുടെ നിലപാടിനുമായിട്ട് യോജിക്കുന്ന കാര്യമായതുകൊണ്ടായിരിക്കുമല്ലോ. അതേ സാധനം ആ വീഡിയോ എടുത്ത് ഇവർ കൊളാബ് ചെയ്യുന്നു. അപ്പോൾ കൊളാബ് ചെയ്യുമ്പോഴത്തേക്കിന് രേണുവിന് പറയാനുള്ള കാര്യങ്ങളാണല്ലോ അവൻ പറഞ്ഞിരിക്കുന്നത്. ഇനി പറഞ്ഞു ചെയ്യിപ്പിച്ച് എന്തെങ്കിലും കാര്യമാണോ? കൃത്യമായിട്ട് ആ ഒരു വീഡിയോ കാണുന്നവർക്കും ആ ഒരു വീഡിയോ കൊളാബ് ചെയ്തിരിക്കുന്ന കാണുമ്പോഴും രേണുവിന് പറയാനുള്ള കാര്യം വേറൊരു ചെറുക്കൻ പറഞ്ഞു, അത് തൻ്റെ പ്രൊഫൈലിൽ എടുത്തിട്ടു. അപ്പോൾ അത് ആര് കാണാൻ വേണ്ടിയിട്ടാണ്? ജനങ്ങളും കിച്ചുവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തോ ചെയ്ത്, കിച്ചുവിന് ഇതിനകത്ത് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അവനും വ്യക്തമായിട്ടൊന്ന് വീഡിയോ വിത്ത് ചാറ്റ് രേണുവായിട്ടുള്ള ഈ ലൈവ് സ്ട്രീം എന്ന് പറയാൻ പറ്റത്തില്ല, ലൈവ് ഇൻസ്റ്റാഗ്രാം എക്സ്ക്ലൂസീവ് ലൈവുകൾ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഇവർ തമ്മിലുള്ള വാട്സപ്പ് ചാറ്റ്, അവൻ അതിനകത്ത് എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നൊരു കാര്യം. ഒരിക്കലും അവൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് വന്നിട്ട് കേൾക്കുകയും ചെയ്യുന്ന അവൻ്റെ ഓരോ കാര്യങ്ങൾ കേട്ടിട്ട് അവൻ മുമ്പ് എന്തായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പ് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ മാനസിക സിറ്റുവേഷനിൽ കൂടെയാണ് അവൻ കടന്നു പോയിക്കൊണ്ടിരുന്നൊരു കാര്യം. രേണു കമൻറ്റിനകത്ത് ഒരുപാട് ആൾക്കാർ ചീത്ത വിളിക്കുന്ന മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്, തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ, ഞാൻ ഉൾപ്പെടെയുള്ള ആ സാധനം എടുത്ത് വെച്ച് റിയാക്റ്റും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോഴെന്താ, നമുക്ക് ഹേറ്റും വരാം. കാരണം നമ്മളുടെ മുന്നിലുള്ള പാത അല്ലെങ്കിൽ നമ്മുടെ പിന്നിലുള്ള പാത അത്ര ക്ലിയർ അല്ലായിരുന്നു.
നമ്മൾ അത്ര നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ട്രാവൽ ചെയ്തുകൊണ്ട് വന്നൊരു വ്യക്തിയല്ല. സ്വാഭാവികമായിട്ട് നമുക്ക് ഹേറ്റ് വരാം. അപ്പോൾ ആ ഹേറ്റ് വീണ്ടും കൂട്ടുന്നൊരു തരത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഹേറ്റ് വീണ്ടും സ്പ്രെഡ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരുന്നതായിട്ടാണ് എനിക്ക് നിലവിൽ ഈ ഒരു കാര്യം കാണപ്പെട്ട് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ അതിനകത്തൊരു കമൻറ്റ് ഇട്ടതിന് രേണു അത് വീണ്ടും പിൻ ചെയ്തെടുത്ത് സ്റ്റോറി ഇടുമ്പോഴത്തേക്കിനെ എക്സ്ട്രാ സഹതാപം കിട്ടാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്കതിൻ്റെ ആവശ്യമുണ്ടോ? നമുക്കതിൻ്റെ ആവശ്യമില്ല. ഈ ഒരു രോഗം ഈ ഒരു വ്യക്തിക്ക് മാത്രമല്ല, ഒരുപാട് ആൾക്കാർക്കുണ്ട്. ഇതുമായിട്ട് സർവൈവ് ചെയ്തവരുണ്ട്, ഇതുമായിട്ട് ഇപ്പം നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നവരുണ്ട് അല്ലേ? അപ്പം ഒരു സ്പെസിഫിക് പേഴ്സണെ മാത്രം ഡിപ്പെൻഡ് ചെയ്തൊരു കാര്യമല്ല. നമ്മളിത് രേണുവിനെ പറയാനുള്ള കാരണം അസുഖം മാറി വരട്ടെ. കാരണം നമ്മൾ രേണുവിനെ കണ്ടിട്ടുള്ളതാണ്, രേണു ഏത് രീതിയിലൊക്കെ നടന്നിട്ടുള്ളതാണെന്നും രേണുവിൻ്റെ ആ ഒരു എന്താ പറയണ്ട ആ ബ്യൂട്ടി എന്താണെന്ന് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പം അത് കാണുമ്പോൾ നമുക്കത് വിഷമമുണ്ട്. കാരണം അങ്ങനെ ഒരു ബ്യൂട്ടി കണ്ടുള്ളൊരു വ്യക്തി ഉടനടി ആ ബ്യൂട്ടിയിലേക്ക് തിരിച്ചു വരട്ടെ. അത് രേണു മാത്രമല്ല, ഇതുപോലെ സർവൈവ് ചെയ്യുന്ന എല്ലാ വ്യക്തികളും. ഇപ്പം നമ്മുടെ കൺമുന്നിൽ രേണുവാണ് കൂടുതൽ കാണുന്നതുകൊണ്ട് രേണുവിനെ കുറിച്ച് പറയുന്നതായിരിക്കും. എനിക്കിതിനകത്ത് കുറച്ച് പറയാനുണ്ട്, വീഡിയോ കാണിക്കാനുണ്ട്. നിങ്ങളിത് കാണണം. നിങ്ങളിത് കണ്ടിട്ട് നിങ്ങളുടെ കമൻറ്റിനകത്തൊന്ന് രേഖപ്പെടുത്തണം. സത്യം പറഞ്ഞാൽ നമുക്ക് ആ ചെറുക്കനെ കുറ്റം പറയാൻ പറ്റത്തില്ല. അതിനുള്ള കാര്യങ്ങൾ ഞാനത് കാണും. ഇപ്പം രേണു ഒരു സ്റ്റോറി ഇട്ടിട്ടോട്ടെ, ഒരു പെണ്ണ് ഇട്ടിരിക്കുന്നൊരു കമൻറ്റിൻ്റെ രേണു പെട്ടെന്ന് ചാവട്ടെ എന്ന് പറയുന്നൊരു സാധനം. ആ സാധനത്തിന് അവരത് അതിൻ്റെ ആവശ്യമില്ലാടാ. അതിൻ്റെ ആവശ്യമുണ്ടോ? എടുത്താണ്ട് അവർ താഴെ എഴുതിയിരിക്കുന്നു, ക്യാൻസർ രോഗം മാറാൻ മനസമാധാനം കൂടെ വേണം. ശരിയാ? എന്തിന്? അതിനകത്ത് അത് സോഷ്യൽ മീഡിയ നെഗറ്റീവുകൾ ഇതിനകത്ത് വരുമെന്ന് നിങ്ങൾക്ക് നല്ലോണം അറിയാം. നെഗറ്റീവുകൾ തന്നെ കണ്ടു വളർന്നൊരു വ്യക്തിയാണ്. നമ്മളുടെ ഏത് സിറ്റുവേഷനിൽ ഈ ഒരു സാധനം നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ. അങ്ങനെയുള്ളപ്പോൾ വീണ്ടും ഈ ഒരു സാധനം പിൻ ചെയ്തെടുക്കുന്നതിലൂടെ രേണു എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി രേണു അടുത്തിട്ടേക്കുന്നത്, മനസ്സുകൊണ്ട് സ്നേഹിക്കാൻ അറിയാവുന്നവർക്കും ജീവൻ കളഞ്ഞ് സ്നേഹിക്കാൻ അറിയാവുന്നവർക്കും ഒന്നും നല്ല വട്ടോ കൊടുക്കില്ല ദൈവം. ചതിച്ചു തള്ളിയിട്ട് കൊല്ലാൻ മനസ്സുള്ള പെണ്ണിന് കൊടുത്തേക്കുക പാവത്തുണ്ടോ? എനിക്കറിയത്തില്ല എന്തൊക്കെയാ ഉദ്ദേശിക്കുന്നത്. തൊട്ടപ്പുറത്ത് ഇതേപോലെ തന്നെ ദൈവങ്ങളെ വെച്ചിട്ട് വചനവും അല്ലെങ്കിൽ ദൈവങ്ങളുടെ കാര്യവും എല്ലാം പ്രോപ്പറായിട്ട് ഇപ്പം ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. അത് നമുക്കറിയാമല്ലോ, നമ്മളൊരു മെഡിക്കൽ കണ്ടീഷൻ വരുമ്പോഴത്തേക്കിന് നമ്മൾ അതിലേക്ക് ആശ്രയിക്കും. അതിലൊരിക്കലും നമ്മുടെ തെറ്റ് പറയാനായിട്ട് കഴിയത്തില്ല. പക്ഷേ നമ്മളിങ്ങനെ പല കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പിൽക്കാലത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാർ കാണാം. അത് കണ്ടിട്ടുള്ളവരല്ലേ, അവരത് പൊക്കിയെടുക്കും. എസ്പെഷ്യലി ഇത് വീണ്ടും ഇങ്ങനൊരു കാര്യത്തിലേക്ക് എടുത്തു വെച്ച് വീണ്ടും അതൊരു എന്തിനൊരു ടോപ്പിക്കായിട്ടോ ചർച്ചയായിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇപ്പം രേണുവിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് രേണുവിൻ്റെ കാര്യങ്ങൾ അത് രേണു നോക്കുക. കാണാൻ വരുന്നവർ രേണുവിനെ കാണാൻ വരും. ആരെ നമുക്ക് നിർബന്ധിച്ച് കാണാൻ കൊണ്ടുവരാണ്ട് കഴിയത്തില്ല. രേണുവിനെ കാണാൻ വരേണ്ടവർ കാണുന്നു, രേണുവിനെ തരാനുള്ളത് തരുന്നു, രേണുവിൻ്റെ ജീവിതം നോക്കി പോകുന്നു. ഉടനടിയാ തന്നെ ആ ഒരു സാധനം ദൈവം സഹായിച്ച് ഉടനടിയാ തീർച്ചയായിട്ടും എല്ലാം മാറിയിട്ട് ഉടനെ വരും. പക്ഷേ അതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് വീണ്ടും ഈ ഒരു രീതിയിലേക്കുള്ളൊരു പരിപാടി നിർത്തുക, അതെനിക്ക് പേഴ്സണലി എനിക്ക് നല്ല രീതിയിൽ തോന്നുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇപ്പോൾ ഒരു വീഡിയോ കിച്ചു ഇട്ടിട്ടുണ്ടല്ലോ, ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. എനിക്കെതിരെ ഒരു വീഡിയോ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമം. ഹലോ ഗൈസ്, അങ്ങനെ വിഷമമുള്ള കാര്യമാണ്. നമ്മളെ സങ്കടപ്പുണ്ട്, വിഷമമുണ്ട്. അപ്പം അങ്ങനെ കിച്ചു അങ്ങനെ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞ് കമന്റ് വഴിയിൽ പറഞ്ഞ് അങ്ങനെ കിച്ചു അങ്ങനെ ഒടുവിൽ പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ള ആളെല്ലാം വിഷമം മാറട്ടെ. എൻ്റെ കിച്ചു ഞാനൊരു കാര്യം വെച്ചോട്ടെ, എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാം. ഓക്കെ, അല്ലാണ്ട് ഹാറ്റേഴ്സിലും പറഞ്ഞ് ഉള്ള കമന്റ് വഴിയിൽ പറഞ്ഞിട്ട് കേട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലൊരു ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പോവാം. ഓക്കെ, അല്ലാണ്ട് ബാക്കിയുള്ള ആൾക്ക് പോയിട്ട് കാണാൻ പോയിട്ട് അതിനൊരു അർത്ഥമില്ല. കിച്ചു മനസ്സിലായോ? ഒരർത്ഥം ഇല്ല. എൻ്റെ സ്വന്തം അമ്മയില്ലെങ്കിൽ എന്നെ എടുത്ത് നോക്കിയൊരു അമ്മയെന്നത്. അമ്മേന്റെ വില എനിക്ക് എന്തെന്ന് എനിക്ക് അറിയില്ലെങ്കിലും ഉണ്ടല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല കിച്ചു. അത് ഇന്നെ കുറെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. വേറ്റേഴ്സിന് മുമ്പിൽ പറയാൻ ഇട്ടുകൊടുത്ത കുറേ ആൾക്കാരുണ്ടോ, കുറേ അങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ. ഇവനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തേക്കുന്നു. ചിലപ്പം അവനായിരിക്കും കൊല്ലം സുധിയുടെയും രേണുവിൻ്റെയും കിച്ചുവിൻ്റെയൊക്കെ അയൽവാസിയായിട്ട് ജീവിച്ചിട്ടുള്ള ആൾ. ജീവിതമാകുന്ന കാലയളവ് മൊത്തം കണ്ടവനായിരിക്കും. അവൻ ചിലപ്പോൾ കൊല്ലത്ത് ആ കിച്ചുവിനെ 2 വയസ്സുള്ളപ്പോൾ അവരമ്മ ഇട്ടിട്ട് പോയിടം തൊട്ട് ജീവിതം എന്താണെന്ന് അവൻ്റെ മുന്നിൽ കണ്ടു വളർന്നൊരു വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അത്ര ആധികാരികമായിട്ട് പറയുന്നത് ഞാൻ ഈ വീഡിയോ കണ്ടതാ. നമുക്ക് ഒരിക്കലും അവനെ കുറ്റം പറയാനായിട്ട് കഴിയത്തില്ല. നീ ചെല്ലാത്ത എന്താണെന്ന് ചോദിക്കാൻ വേണ്ടത്. നമ്മൾ ഇതിനെക്കുറിച്ച് അതിന് ശേഷം എനിക്ക് 1-2 വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു പോയിന്റ് പോലും കിച്ചു കാണിക്കുന്ന മോശമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അത് അവൻ അതിനകത്തുനിന്ന് അനുഭവിച്ചിട്ടുണ്ട്. അവൻ അതിനകത്തുനിന്ന് ഇൻസൾട്ട് നേരിട്ടിട്ടുണ്ട്. അവൻ അതിനകത്തുനിന്ന് പരിഹാസനായിട്ടുണ്ട്. അവൻ മാത്രമല്ല ഇനി വളർന്നു വരുന്നൊരു കുഞ്ഞും. അപ്പൊ പെട്ടെന്ന് അവർക്ക് മാറുവോടെ പറയുന്ന അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. എൻ്റെ 2ാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്.
പിന്നെ ഇപ്പോൾ ഉള്ള അമ്മ സാധനം ഞാൻ കാണിച്ചു തരാത്ത. ഇതൊക്കെ നിങ്ങൾ പറയുന്നു. ഈ ഒരു സ്പെസിഫിക് സാധനം രേണു ചെയ്തിട്ടുള്ള ഈ ഒരു ലൈവ് നമ്മൾ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കാര്യം ഇത് മാത്രമാണ്. ഒരു മകനില്ലേ, ഇനി ഒരു കുഞ്ഞു മകനില്ലേ, ഇവരെങ്ങനെയായിരിക്കും സമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നത് ഈ ഒരു കാര്യം കണ്ടിട്ട്? അവരുടെ ഫ്രണ്ട്സ്, ആ കുഞ്ഞിൻ്റെ ഫ്രണ്ട്സ് സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്കിന് അമ്മയുടെ ലൈവ് കണ്ടില്ലേ, ഞങ്ങൾ കണ്ടല്ലോ, ഇങ്ങനെയാണോ അമ്മ കാണിക്കുന്നത്, ഇതാണോ നിന്റെ അമ്മ എന്നൊരു ചോദ്യം വരുമ്പോഴത്തേക്കിന് ആ കുട്ടികൾ ഇപ്പം എടുത്ത് വളർത്തിയതായിക്കോട്ടെ വളർത്താതായിക്കോട്ടെ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരവില്ലാതെ പകച്ചൊരു മൂലയിൽ നിൽക്കും, സത്യമായിട്ട് നിൽക്കും. അതാ നമ്മൾ ആ വീഡിയോ ചെയ്തപ്പോഴത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ ഒരു സാധനമാണ് ഇവിടെ കറക്റ്റായിട്ട് ഒന്ന് കറങ്ങി അടിച്ചിരിക്കുന്നത്. ഇപ്പൊ പറയുന്നത് എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്, മനസ്സിലായത്? അപ്പോൾ ഞാൻ ഇത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു മെസ്സേജ് ഇട്ടേക്കുന്നത്, ആ മെസ്സേജ് ഞാൻ എന്തോന്ന് വായിച്ചു തരാം. ഹലോ, ഞാനൊരു കാര്യം പറയാൻ മെസ്സേജ് ഇട്ട, ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ ഒരു വീഡിയോ കണ്ട് എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. ബിഗ് ബോസ് പോലെയുള്ള വലിയ TV ഷോയിൽ ഇറങ്ങിയ ഒരു ആൾ ഇങ്ങനെയൊക്കെ ആണോ കാണിക്കേണ്ടത്? അത്ര ഷോസും പ്രമോഷനും ഒക്കെ കിട്ടുന്നുണ്ട്. ജീവിക്കാൻ വേണ്ടി ആണെന്ന് ജീവിച്ചൂടെ? ഫെയിം ആയിട്ട് നിൽക്കുവല്ലേ? ഇങ്ങനെയൊക്കെ കാണിക്കണോ? ഋതപ്പനെ ഓർത്ത് എങ്കിലും ഇതൊക്കെ നിർത്തുവോ? അല്ലാതെ ഇങ്ങനെയൊക്കെ ജീവിക്കാം, ഫെയിം ഉള്ളത് അല്ലേ? ഇങ്ങനെയൊക്കെ കാണിക്കാതെ ഇരിക്ക്. അത്രയ്ക്ക് വിഷമം വന്നിട്ടാ പറയുന്നേ. ഇതുവരെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പ്ലീസ്, അതായത് കാല് പിടിച്ച് പറയുന്നൊരു പ്ലീസ് അല്ല ഇതിനകത്ത് കാണുന്നത്. അതിനകത്ത് അവൻ ഒരു പോയിന്റിൽ പോലും ഹലോ അമ്മ മാം എന്ന് പറയുന്നതൊന്നും ഞാൻ ഇതിനകത്ത് കണ്ടില്ല. അതായത് വെനസ്ഡേ 13-ാം തീയതി അയച്ചതാണ്. ഇവൻ തന്നെ അവൻ്റെ പ്രൊഫൈലിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണ്? രേണു സുധി എന്ന് തന്നെ അവൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനകത്തൊരു അമ്മ കുമ്മ എന്നൊന്നും നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നില്ല. അടുത്ത മെസ്സേജ്, ഋതപ്പൻ ഇതൊക്കെ എഫക്റ്റ് ചെയ്യുള്ളൂ. അവനും ഈ ഫോണൊക്കെ യൂസ് ചെയ്യുന്ന ആള്, അവന്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ എടുക്കും, അറിയാലോ. അതൊക്കെ ഒന്ന് മനസ്സിലാക്ക്. അവന്റെ ഫ്രണ്ട്സും അതുപോലെയൊക്കെ എടുക്കും. അത് രാത്രി മൊത്തം ഉറങ്ങിയില്ല എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അയച്ചിരിക്കുന്നത് രാവിലെ 9:27 ഈ മെസ്സേജ് ഈ പറയുന്ന രേണുവിന് അയച്ചേക്കുന്നത്. പിന്നെ രേണു ഇട്ടിരിക്കുന്നത്, അതിൽ ഞാൻ ലൈവാണ് പോയത്, എൻ്റെ ലിപ്പ് പൊട്ടിയിരിക്കുന്ന കാര്യവും ആണ് സംസാരിച്ചത്, അല്ലാതെ വൃത്തികേടായി ഞാനൊന്നും സംസാരിച്ചിട്ടില്ല. എനിക്ക് ബാക്കി മെസ്സേജ് അവിടെ പോയിരിക്കുന്നു. വൃത്തികേട് അത് ആ ലൈവ് കണ്ടവർക്കും ആ കട്ട് കണ്ടവർക്കും അന്ന് മനസ്സിലായ ഒരു കാര്യം അതിട്ട് ചകയുന്നില്ല. ഒരു ചെറുക്കന് ഫീൽ ആവാൻ ഇതൊക്കെ പോരേടേ. ഋതപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പൻ്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും ഇപ്പം മിക്ക പിള്ളേരാണെങ്കിലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പം അവനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നുന്നില്ല, എനിക്ക് അതിൽ നിന്ന് 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഞാനൊന്നും തിരിച്ച് റിപ്ലൈ എടുക്കാൻ പോയില്ല. ഞാൻ അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു ആ ചാപ്റ്റർ, മനസ്സിലായി? അപ്പം ബ്രോ പറഞ്ഞ പോലെ എനിക്കൊരു അമ്മയുടെ വില എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ സ്നേഹത്തിൻ്റെ വില എനിക്കറിയാം. എനിക്കത് പറയണമെന്ന് തോന്നി. വീഡിയോ കണ്ടപ്പോൾ എനിക്കതും തോന്നിയേട്ടാ. പിന്നെ ഞാൻ കോട്ടയത്ത് പോയി ഞാൻ ഋതപ്പനെ കണ്ടു. ഋതപ്പന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവനെ ഹാപ്പി ആക്കി ഞാൻ തിരിച്ചു വന്നു. അമ്മേനെ കാണാൻ പറ്റിയില്ല. അമ്മേനെ കാണാൻ ഇപ്പോൾ പറ്റില്ല, ആശുപത്രി എന്നുള്ള രീതിയിൽ പറഞ്ഞു. ആശുപത്രി പോയാലും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും അമ്മയുടെ അസുഖം എന്തായാലും മാറട്ടെ, പ്രാർത്ഥിക്കാം. അതേ എന്നെ കൊണ്ടും പറ്റത്തുള്ളൂ, നിങ്ങളെ കൊണ്ടും പറ്റത്തുള്ളൂ. അത് ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും മാറട്ടെ. കാരണം അതിനകത്ത് അമ്മയെന്നല്ല, നമ്മുടെ കൂടെയുള്ളൊരു സഹോദരൻ അത്രേ ഉള്ളൂ. ആ ഒരു സെൻസിൽ അത് എല്ലാവർക്കും തോന്നുന്നൊരു കാര്യം. അതിപ്പം രേണു സുധി എന്ന് മാത്രമല്ല, ഈ ഒരു അസുഖമായിട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള അസുഖവുമായിട്ട് സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നമുക്ക് തോന്നുന്ന ആ ഒരൊറ്റ കാര്യമുള്ളൂ, ആ ഒരൊറ്റ കൺസൾട്ടേഷന്. അല്ലാതെ നമുക്ക് സ്പെഷ്യൽ കൺസൾട്ടേഷൻ എന്നും ഈ ഒരു കാര്യത്തിലില്ല, തീർച്ചയായിട്ടും ഇല്ല. നമ്മളാ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ നിലപാടിലൊന്നും ഒരു മാറ്റവും ഇല്ല. അന്ന് ചെയ്ത കാര്യങ്ങൾ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. ആ കാര്യങ്ങളാണ് ഇപ്പോൾ തിരിഞ്ഞ് കറങ്ങിയിരിക്കുന്നത്. അന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്കകത്ത് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടെന്നും ആ പറഞ്ഞതെല്ലാം സത്യമാണെന്നും പിൽക്കാലത്ത് ഇതുപോലുള്ള അവരുടെ മകനായിട്ട് നിന്ന് ആ ഒരു വ്യക്തി തന്നെ വന്ന് പറയുമ്പോഴത്തേക്കിനെ
നമ്മൾ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് പറയാതെ പറയുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. മാക്സിമം ഇതുപോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. രേണു ഈ വീഡിയോ കാണുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. ഈ പറയുന്ന സൈബർ ബുള്ളിങ്ങിലേക്ക് ഇട്ടുകൊടുക്കാൻ പാകത്തിലുള്ള കോമൻസ് ഒക്കെ ഈ ഒരു അവസ്ഥയിൽ ഒഴിവാക്കുക. ദൈവഭയത്തോടും ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ആ രീതിയിലേക്ക് ഇരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം എന്താണോ ആ വിശ്വാസത്തിലേക്ക് പോവുക. ആ രോഗവും അതിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ എങ്ങനെ സർവൈവ് ചെയ്യാം ആ ഒരു രീതിയിലേക്ക് പോവുക. നിങ്ങളുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനായിട്ട് വേണ്ടിയിട്ട് മാത്രം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക, യൂട്യൂബ് യൂസ് ചെയ്യുക, നിങ്ങളുടെ വരുമാനത്തിന് യൂസ് ചെയ്യുക. അപ്പോൾ ഈ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട്, ഈ വീഡിയോയുടെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഏതെങ്കിലും കോണ്ടന്റുകൾ ഇട്ട് കൊടുക്കുന്ന, മുൻകാലത്ത് എക്സ്ക്ലൂസീവ് ലൈവ് ചെയ്തിട്ടുള്ള കോണ്ടന്റുകൾ ഇട്ട് കൊടുക്കുന്നത് പോലെ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ സൈബർ ബുള്ളിങ്ങിന് ഓരോ പേരുകളും ഓരോ ടോപ്പിക്കുകളും ഇട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഒഴിവാക്കുക. തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ എല്ലാം അവസാനിച്ച് പഴയ ഒരു രേണു സുധിയായിട്ട് തന്നെ നമ്മുടെ മുന്നിലേക്ക് തന്നെ വരട്ടെ. അപ്പം